നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ജൂതപ്പക ആളിക്കത്തിച്ചുകൊണ്ട് പശ്ചിമേഷ്യയിൽ സംഘർഷഭരിതം തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. കൂടുതൽ ആയുധങ്ങളെല്ലാം അമേരിക്കയിൽ നിന്ന് ഇസ്രായേൽ ഇറക്കുമതി ചെയ്യുകയാണ്. അതിനനുസരിച്ച് പല മേഖലകളിലേക്കും ആക്രമണം വ്യാപിപ്പിക്കുകയാണ്. കൂടാതെ തങ്ങൾ ആക്രമണം നടത്തുന്ന വീഡിയോയും ഇസ്രായേൽ ശത്രുക്കൾക്കായി പുറത്തുവിടുന്നുണ്ട്. അങ്ങനെയായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പുറത്തുവിട്ടത്. പശ്ചിമേഷ്യയിൽ സംഘർഷഭരിതം തന്നെയാണ് നിലവിലെ അവസ്ഥ. ഗാസയിൽ ഇന്നലെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഒരു കുടുംബത്തിലെ 12 പേരുൾപ്പെടെ 62 പേർ മരിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പ്രധാനമായും ഹമാസ് കേന്ദ്രങ്ങളെയാണ് ഇപ്പോൾ ആക്രമിച്ചതെന്നാണ് ഇസ്രായേൽ വിശദീകരണം. വെടിനിർത്തലിനുള്ള ചർച്ചകൾ വീണ്ടും ആരംഭിക്കാനിരിക്കെയാണ് ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത്. അതായത് ഈജിപ്തും ഖത്തറും നടത്തുന്ന മധ്യസ്ഥ ശ്രമത്തെ ഇസ്രായേൽ പരിഗണിക്കുന്നില്ല എന്ന് സാരം. ഖാൻ യൂനീസിനെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ മിസൈൽ ആക്രമണം തുടരുമെന്നാണ് സൂചന. അതിനിടെ ഹമാസും ഇസ്രായേലിനെ പ്രകോപിപ്പിക്കൽ തുടങ്ങിയിരിക്കുകയാണ്. 450 ദിവസം മുമ്പ് ഇസ്രായേലിൽ നിന്നും പിടികൂടിയ പട്ടാളക്കാരിയുടെ വീഡിയോ ഇപ്പോൾ ഹമാസ് പുറത്തുവിട്ടിരിക്കുകയാണ്. ജീവന് വേണ്ടി പൊട്ടിക്കരയുന്ന പട്ടാളക്കാരിയാണ് വീഡിയോയിലുള്ളത്. ആക്രമണം തുടർന്നാൽ ബന്ദികളെ തീർക്കുമെന്ന വിലപേശലാണ് ഇതിലൂടെ ഹമാസ് നടത്തുന്നത്. ഇതിനോടും ഇസ്രായേൽ യുദ്ധഭാഷയിൽ പ്രതികരിച്ചാൽ പശ്ചിമേഷ്യയിൽ സ്ഥിതി സങ്കീർണമാകും. ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റായി സ്ഥാനമേൽക്കും മുമ്പ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുത്താനാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ശ്രമം. എന്നാൽ അതിന് ഇരട്ടിയിലധികം പ്രഹരമാണ് ഇസ്രായേൽ ഇപ്പോൾ തങ്ങളുടെ ശത്രു രാജ്യങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ജനുവരി 20-നാണ് ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നത്. ഖത്തറിന്റെയും ഈജിപ്തിന്റെയും നേതൃത്വത്തിലുള്ള ചർച്ചകൾക്കായി ഇസ്രായേൽ മധ്യസ്ഥരും ദോഹയിലേക്ക് പോയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച വടക്കൻ ഗാസയിലെ കമാൽ അദ്വാൻ ആശുപത്രി ആക്രമിച്ച് ഇസ്രായേൽ തടവിലാക്കിയ ആശുപത്രി ഡയറക്ടറെ വിട്ടയക്കണമെന്ന് ലോകാരോഗ്യ സംഘടന ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആശുപത്രി കേന്ദ്രീകരിച്ച് ഹമാസ് ഘടകങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 45,717 അതായത് 1,00,000 അടുക്കുകയാണ്. വ്യാഴാഴ്ച 77 വെള്ളിയാഴ്ച 73 ആളുകൾ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഔദ്യോഗിക കണക്കുകൾ മാത്രമാണിത്. ആളുകളുടെ എണ്ണം ഇനിയും കൂടാമെന്നും ഔദ്യോഗിക വക്താക്കൾ അറിയിക്കുന്നു. കമാൽ അദ്വാൻ ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ ഹുസാം അബു സഫിയെ തടങ്കലിൽ വെച്ച നടപടിക്കെതിരെയും ആംനസ്റ്റി ഇന്റർനാഷണൽ രംഗത്തെത്തി. ഗാസയുടെ ആരോഗ്യ മേഖലയെ ഉന്മൂലനം ചെയ്യാനുള്ള ശ്രമങ്ങൾ വംശഹത്യയുടെ പ്രതീകമാണെന്നാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഗാസയിലെ 27 ആരോഗ്യ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ 137 ആക്രമണങ്ങൾ നടത്തിയതായി UN മനുഷ്യാവകാശ തലവൻ വോൾക്കർ തുർക്കും പറഞ്ഞു. അതിനിടെ മധ്യസ്ഥ ചർച്ചകൾക്ക് മുന്നോടിയായുള്ള ഹമാസ് അംഗീകരിച്ച വെടിനിർത്തൽ കരട് നിർദ്ദേശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പല വിഷയങ്ങളിലും ഹമാസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗാസയിൽ 3 ഘട്ടങ്ങളായുള്ള വെടിനിർത്തലാണ് ചർച്ചകൾ നടക്കുന്നത്. ഓരോ ഘട്ടത്തിലും 42 ദിവസം വീതമായിരിക്കും. ആദ്യഘട്ടത്തിൽ തെക്കൻ ഗാസയിൽ നിന്ന് ഇസ്രായേൽ സേന പിൻവാങ്ങും. രോഗികളും വൃദ്ധരും സ്ത്രീകളുമായ 33 ബന്ദികളെ ഹമാസ് ഇക്കാലയളവിൽ മോചിപ്പിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇത് ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ല. ഹമാസിനെതിരെയുള്ള യുദ്ധം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി വടക്കൻ ഗാസയിലെ 2 ആശുപത്രികൾ കൂടി ഒഴിയാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം. ബെയ്ത്ത് ലാഹിയയിലെ ഇന്തോനേഷ്യൻ ആശുപത്രിയും ജബൈലയിലെ അൽ അവൈദ ആശുപത്രിയും ഒഴിയണമെന്നാണ് സൈന്യം നിർദ്ദേശിച്ചിരിക്കുന്നത്. ആശുപത്രികൾക്ക് നേരെ ആക്രമണം നടത്തരുതെന്നും UN ശക്തമായ താക്കീത് നൽകിയതിനു ശേഷമാണ് ഇസ്രായേലിന്റെ ഈ നീക്കം. ഗാസയിലെ 27 ആരോഗ്യ കേന്ദ്രങ്ങളിലായി ഇസ്രായേൽ 136 ആക്രമണങ്ങളാണ് നടത്തിയതെന്നും UN മനുഷ്യാവകാശ വിഭാഗത്തിന്റെ മേധാവി അറിയിച്ചു. ഇസ്രായേൽ 3 ദിവസമായി വടക്കൻ ഗാസയിൽ തുടർച്ചയായി മിസൈൽ ആക്രമണം നടത്തുകയാണ്. ആക്രമണങ്ങളിൽ 30 പേർ കൊല്ലപ്പെട്ടു. മരിച്ചവരിൽ ധാരാളം കുട്ടികൾ ഉൾപ്പെടുന്നുണ്ടെന്നും ഗാസയിലെ ആശുപത്രി അധികൃതർ അറിയിച്ചു. നുസൈറാത്ത്, സഫേദ, മാഗ്സി, ദൈദർ, അൽ ബല എന്നിവിടങ്ങളിലാണ് ആക്രമണമുണ്ടായത്. ഇതോടെ 24 മണിക്കൂറിനിടെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 56 വ്യാഴാഴ്ച പുലർച്ചെ മുതൽ ഇസ്രായേൽ തുടരുന്ന വ്യാപക ആക്രമണങ്ങളിൽ ഗാസ പോലീസ് മേധാവി അടക്കം 63 പേർ കൊല്ലപ്പെട്ടിരുന്നു. അതേ ദിവസമാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ $800 കോടി ആയുധങ്ങൾ നൽകാൻ അമേരിക്ക സർക്കാർ തീരുമാനിച്ചത്. യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും പടക്കോപ്പുകളുമാണ് അമേരിക്ക ഇസ്രായേലിന് കൈമാറുന്നത്. അമേരിക്കയുടെ കൈകളിൽ സ്റ്റോക്കുള്ള ആയുധങ്ങൾ ഉടൻ തന്നെ കൈമാറുമെന്നും ബാക്കിയുള്ളത് 1 വർഷത്തിനുള്ളിൽ കൈമാറുമെന്നാണ് കരുതപ്പെടുന്നത്. ബൈഡൻ ഭരണകൂടത്തിന്റെ കാലാവധി ഈ മാസം 20-ന് അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു തീരുമാനമുണ്ടായിരിക്കുന്നത്. എന്നാൽ പാർലമെന്റിന്റെ 2 സഭകളും ഈ തീരുമാനം അംഗീകരിക്കേണ്ടതുണ്ട്. യുദ്ധവിമാനങ്ങളിൽ ഉപയോഗിക്കാനുള്ള മിസൈലുകളും അതീവ പ്രഹരശേഷിയുള്ള ബോംബുകളും ഇവയിൽപ്പെടുന്നു. അതീവ പ്രഹരശേഷിയുള്ള 500 LB ബോംബുകൾ ഉൾപ്പെടെ വൻ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ കപ്പൽ മാർഗം അമേരിക്ക ഇസ്രായേലിൽ എത്തിച്ചിരുന്നു. ഇസ്രായേലിലെ സുരക്ഷ ദീർഘകാല അടിസ്ഥാനത്തിൽ
സമാധാനത്തിൽ ഉറപ്പുവരുത്തുന്നതിനായി അമേരിക്ക പ്രത്യേകമായി നൽകുന്ന സഹായമായിട്ടാണ് ഇക്കാര്യം കണക്കാക്കേണ്ടത്. ഇസ്രായേൽ ജനതയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെ കടമയാണെന്നാണ് പ്രസിഡന്റ് ജോ ബൈഡൻ കരുതുന്നതെന്നും US വൃത്തങ്ങൾ അറിയിച്ചു. ഇറാന്റെയും അവർ സഹായം നൽകുന്ന തീവ്രവാദ സംഘടനകളുടെയും ആക്രമണങ്ങളിൽ നിന്ന് ഇസ്രായേൽ ജനതയെ രക്ഷിക്കേണ്ട സാഹചര്യമാണെന്നും അമേരിക്കൻ സർക്കാർ കരുതുന്നു. ഇനിയും ഇസ്രായേലിൽ കൂടുതൽ പ്രതിരോധ സംവിധാനങ്ങൾ നൽകാൻ തന്നെയാണ് അമേരിക്ക തയ്യാറെടുക്കുന്നതും.